ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായിട്ടും പാലക്കാട് പോലെ വലിയ രീതിയിൽ വരൾച്ച നേരിടുന്ന കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു മേഖലയിൽ ഇത്തരത്തിലൊരു കമ്പനി വരുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ജനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള പഠനങ്ങൾ ഇതിന് അനുമതി നൽകും മുമ്പ് നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ പ്രാദേശിക നേതൃത്വം, CPIയുടെ പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ അവരുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. CPI പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നു, ഈ പദ്ധതിക്ക് അനുമതി നൽകുകയാണെങ്കിൽ അത് പ്രതികൂലമായ ഫലം ചെയ്യുമെന്ന് അവർ പറയുകയാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടിൽ നിന്ന് നടിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് CPI നിലപാടെടുക്കുകയാണ്. ഒരു പക്ഷേ CPIയുടെ ജില്ലാ തലത്തിലുള്ള നേതാക്കളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. പക്ഷേ മുന്നണി മര്യാദകൾ പാലിച്ചുകൊണ്ട് പലരും അത് തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് വേണം നമ്മൾ കാണാൻ. എന്തായാലും ഈ വിഷയം ഒരു സജീവ രാഷ്ട്രീയ ചർച്ചയായി ഉയർന്നു വരികയാണ്. എക്സൈസ് വകുപ്പ് മന്ത്രി താമസിക്കുന്ന മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധങ്ങൾ വരും. കാര്യമായിട്ടുള്ള പഠനങ്ങൾ ഇതിന് മുന്നോടിയായി അദ്ദേഹം ഉൾപ്പെടെ നടത്തിയില്ല എന്നുള്ള ചോദ്യമാണിപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്, CPIഎമ്മിന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പ്രധാനമായും ഈ സമ്മേളനത്തിലടക്കം ഇക്കാര്യം ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു വിഭാഗം CPIഎം പ്രവർത്തകർക്കും നേതാക്കൾക്കും തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. കാരണം ജില്ല നേരിടുന്നത് സമാനതകളില്ലാത്ത കുടിവെള്ള പ്രതിസന്ധിയും വരൾച്ചയും ഒക്കെയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള സ്രോതസ്സായ മലമ്പുഴയിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളമെടുക്കാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.